പ്രിയ കൂട്ടുകാരെ, ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർ ചിലരെങ്കിലും പരീക്ഷയിൽ തോറ്റു കാണുമല്ലോ. മറ്റു ചിലർ ചിലപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ ആയിരിക്കും തോറ്റിരിക്കുന്നത്. ഇനിയും വേറെ ചിലരോ സ്കൂളിലോ മറ്റെവിടെയെങ്കിലോ ഏതെങ്കിലുമൊക്കെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് തോറ്റിട്ടുണ്ടാവും. എങ്ങനെയായാലും നാം എല്ലാവരും തോൽവി രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. കൂട്ടുകാരൊന്ന് സങ്കല്പിക്കുക, ഏറെ പ്രതീക്ഷയോടെ പങ്കെടുത്ത ഒരു മത്സരത്തിലോ നന്നായിട്ട് ഒരുങ്ങി എഴുതിയ ഒരു പരീക്ഷയിലോ തോറ്റ റിസൾട്ടുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും നാട്ടുകാരുമൊക്കെ അത് ഒരു ആഘോഷമാക്കി അങ്ങ് മാറ്റുകയാണെങ്കിലോ കൂട്ടുകാർക്ക് എന്ത് തോന്നും? ഞാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു പോകും, അത് ശരി, ഞാനിങ്ങനെ നാണം കെട്ട് തോൽവി ഏറ്റുവാങ്ങി വന്നിട്ട് ഇവരൊക്കെ ആഘോഷിക്കുകയാണോ? എന്തൊരു വിഡ്ഢികളാണ് ഇവർ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയും ചിന്തിക്കും, ഒരു പക്ഷേ എൻ്റെ ഈ തോൽവി മഹത്തായൊരു തോൽവി ആയിരുന്നിരിക്കണം. രണ്ടിനും സാധ്യതയുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി തലനാരിഴയ്ക്ക് അവൾക്ക് സമ്മാനം നഷ്ടമായി. തിരിച്ചു വന്നപ്പോഴോ അവൾക്ക് സമ്മാനമായിട്ട് വീട്, കാറ്, പണം, അവാർഡുകൾ. സമ്മതിക്കണം ആ പെൺകുട്ടിയെ, അല്ലേ? അവളെ അങ്ങനെ തോൽവിയിലും ആദരിച്ച ആ ജനതയെയും നമ്മൾ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. തോറ്റു ജയിച്ച ആ പെൺകുട്ടി ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി പിന്നീട് മാറുകയുണ്ടായി. അങ്ങ് കോഴിക്കോടിനടുത്ത് പയ്യോളി എന്നു പേരുള്ള ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ അച്ഛനും അമ്മയ്ക്കും 6 മക്കൾ. രണ്ടാമത്തവളാണ് ഈ കഥാപാത്രം. ഇന്നത്തെ കാലമൊന്നുമല്ല കേട്ടോ. അന്ന് പെൺകുട്ടികൾ അല്പം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലെ അമ്മമാർക്ക് എന്തൊരു തുണയാണെന്നോ. വീടടിച്ചു വാരാൻ, മുറ്റമടിക്കാൻ, വെള്ളം കോരാൻ, കറിക്ക് മുളകരയ്ക്കാൻ, തുണി അലക്കാൻ തുടങ്ങി എന്തെന്ത് സഹായങ്ങളാണ് അവർ ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നത്. ഈ പെൺകുട്ടിയും അമ്മയുടെ പുറകെ നിന്ന് മാറാതെ അമ്മയ്ക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാലോ നേരെ ചെവ്വയുള്ള വഴിക്കൊന്നും അവൾ പോകില്ല. വീടിന് ചുറ്റും പറമ്പിന് ചുറ്റും വേലിയുണ്ട്. അവൾ ഒറ്റ ഓട്ടത്തിന് അങ്ങ് ചെന്ന് വേലി അങ്ങ് ചാടിക്കടക്കും. എന്തോ അവൾക്കത് വലിയ ഇഷ്ടമായിരുന്നു. അവൾ അവളുടെ വീടിനടുത്തുള്ള വിദ്യാലയത്തിൽ പഠിക്കുകയാണ്, 5ാം ക്ലാസ്സിൽ. ഒരിക്കൽ അവളുടെ സ്കൂളിൽ കായിക മത്സരങ്ങൾ നടക്കുകയായിരുന്നു, സ്പോർട്സ് ഡേ. ആ സ്കൂളിലെ സ്പോർട്സ് മാഷിൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ഈ എലുമ്പിച്ച് കറുത്ത പെൺകുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, മോളെ, നീ ഈ ഓട്ട മത്സരത്തിലൊന്നും പങ്കെടുത്തേ. അവൾ ഇതുവരെ അങ്ങനെ മത്സരത്തിലൊന്നും പങ്കെടുത്ത് ഓടിയിട്ടില്ല കേട്ടോ. പിന്നെ അവൾ നോക്കിയപ്പോഴോ ആ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ ഓട്ടക്കാരിയായ ഒരു ചേച്ചിയാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. ഞാൻ തോറ്റത് തന്നെ, എങ്കിലും മാഷ് പറഞ്ഞതല്ലേ. അവൾ സമ്മതിച്ച് ഓടാൻ ചെന്ന് നിന്നു. മാഷ് 1 2 3 പറഞ്ഞ് വിസിലടിച്ചു. ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. സമ്മാനം കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? ജില്ലാ തലത്തിൽ വരെ ചാമ്പ്യനായിരുന്ന ആ പെൺകുട്ടിക്കൊന്നുമല്ല, ഈ 5ാം ക്ലാസ്സുകാരിക്കുക. ബാലകൃഷ്ണൻ മാഷ് അന്നു മുതൽ ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടിയുടെ അമ്മാവനും അവിടെ അധ്യാപകനായിരുന്നു. തൻ്റെ സഹോദരിയുടെ മകളുടെ ഓട്ടം കണ്ടപ്പോൾ അമ്മാവൻ മകളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോളെ, നിനക്ക് ഓടാൻ ഒരു കഴിവുണ്ടല്ലോ, ഒരു മിടുക്കുണ്ട്. നീ ഓട്ടം ഗൗരവമായിട്ട് എടുക്കണം. അങ്ങനെ ഇരിക്കെ കേരള ഗവൺമെൻറ് GV രാജ സ്പോർട്സ് സ്കൂൾ കോഴിക്കോട് തുടങ്ങി. അവിടെ ഈ പെൺകുട്ടിയും
പേര് കൊടുത്തു പ്രവേശനത്തിനായി. അവിടെയും ഇതുപോലെ മത്സരവും അന്വേഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പേര് കേട്ട ഓട്ടക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഈ കൊച്ചു പെൺകുട്ടി നന്നായിട്ട് ഓടി അവിടെ സെലക്ഷന് വന്നു തരുന്ന ആളുകളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി. അങ്ങനെ ജീവിരാജ സ്കൂളിൽ അവൾ പരിശീലനത്തിന് ചേർന്നു. അവിടെ കിട്ടിയ പരിശീലനങ്ങളിലൊക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു, കഠിനാധ്വാനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന മത്സരങ്ങളിലൊക്കെ അവിടുത്തെ സാറന്മാർ അവളെ മത്സരത്തിന് കൊണ്ടുപോകുമായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം അവൾക്കായിരുന്നു മെഡലുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മത്സര ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ സമ്മാനം നൽകാൻ വന്നിരുന്നതോ പ്രസിദ്ധനായ ഒരു അത്ലറ്റിക് കോച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നമ്പ്യാർ എന്നാണ്. നമ്പ്യാർ സാറ് ഈ പെൺകുട്ടിയുടെ പേര് വായിച്ചു കേട്ട് സമ്മാനം കൊടുക്കാൻ എഴുന്നേറ്റ് നിന്നു. ഈ പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടപ്പോൾ സാറിന് വല്ലാത്ത താല്പര്യം തോന്നി. കാരണം നല്ല ഉറച്ച ശരീരമാണ് അവളുടേത്. അതുമാത്രമല്ല, ഇങ്ങനെ വാടിത്തളർന്ന് പതുക്കെ ഒന്നുമല്ല നടക്കുന്നത്, കുതിച്ചുള്ളൊരു നടത്തം. ഇത് കൊള്ളാമല്ലോ. സാർ അവളുമായിട്ട് സംസാരിച്ചു. അവളെ പരിശീലനം കൊടുത്ത് നല്ല മിടുക്കിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്പ്യാർ സാറിൻ്റെ കീഴിൽ അവൾ പരിശീലിക്കുകയാണ്. വർഷം 1980 റഷ്യയിലെ മോസ്കോയിൽ ഒളിമ്പിക്സ് നടക്കുകയാണ് കേട്ടോ. ഈ നമ്പ്യാർ സാറ് ഈ പെൺകുട്ടിയെ അവിടെ മത്സരത്തിന് കൊണ്ടുപോയി. അവളോട് പങ്കെടുത്തു. പക്ഷെ ഫൈനലിൽ കയറാൻ സാധിച്ചില്ല. എങ്കിലും അവിടെ അവൾ പ്രസിദ്ധയായി. എങ്ങനെയാണെന്നറിയാമോ? ആ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ അത്ലറ്റ് ഈ പെൺകുട്ടിയായിരുന്നു. അവളുടെ പ്രായമോ വെറും 16 വയസ്സ്. മെഡൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒളിമ്പിക് അനുഭവമായിട്ട് അവൾ തിരിച്ചു വന്നു. ശിഷ്യയും ഗുരുവും കൂടെ അടുത്ത ഒളിമ്പിക്സിന് നല്ല പരിശീലനത്തിലായി. കഠിനാധ്വാനം. രാവിലെയും വൈകിട്ടും വളരെ ചിട്ടയോടെ അവർ പരിശീലിച്ചു. 1984 അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, അവിടെയാണ് ആ പ്രാവശ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. ഈ പെൺകുട്ടിയും അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവളുടെ ഇഷ്ട ഇനം 400 മീറ്റർ ഹർഡിൽസ് ആണ്. ഹർഡിൽസിനെ കുറിച്ച് കൂട്ടുകാർ കേട്ട് കാണുമല്ലോ. നമ്മളിങ്ങനെ ഓടുമ്പോൾ ആ ട്രാക്കിൽ വച്ചിരിക്കുന്ന ചില ബ്ലോക്കുകളുണ്ട്, തടസ്സങ്ങൾ, ഒരു സ്റ്റാൻഡ് പോലെയുള്ള തടസ്സങ്ങൾ. അവയ്ക്കും ഇതൊക്കെ കൂടെ ചാടിക്കടന്ന് വേണം നമ്മൾ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പെൺകുട്ടി വീട്ടിലായിരുന്നപ്പോൾ ചിലപ്പോഴൊക്കെ വീടിൻ്റെ പടി കൂടിയല്ല പുറത്തു പോയിരുന്നതെന്ന്, വേലി ചാടിക്കടന്നാണ് പോയിരുന്നത്. അത് അവൾക്ക് നല്ല പരിശീലനമായിരുന്നു. അവൾ അവിടെ ഹീറ്റ്സിൽ പങ്കെടുത്തു. ഫൈനലിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിൽ 8 പേരാണ് മത്സരിക്കുന്നത്. ലോകോത്തര കായിക താരങ്ങളാണ് അവളുടെ കൂടെ ഫൈനലിൽ മത്സരിക്കാൻ നിലനിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒഫീഷ്യൽ ഓൺ യുവർ മാർക്ക് സെറ്റ് വെടിപൊട്ടിച്ചു. ഈ പെൺകുട്ടി ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പക്ഷെ ഉടനെ വിസിൽ മുഴങ്ങി, അനൗൺസ്മെൻറ്റ് വന്നു, ഫൗൾ സ്റ്റാർട്ട്. ഏതോ ഒരു അത്ലറ്റിന് എന്തോ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു. എല്ലാവരും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നടന്നു. 5 മിനിറ്റ് പോലും സമയം കിട്ടിയില്ല. പിന്നീട് ഓടാനുള്ള വിളി വന്നു. ഈ പെൺകുട്ടി പാവം, അവൾ ആകെ വിഷമിച്ചു പോയി. നന്നായിട്ട് അവൾ ഓടി തുടങ്ങിയതായിരുന്നു. പക്ഷേ മാനസിക വിഷമം കൊണ്ട് അവളാകെ വിയർത്ത് കുളിച്ചു പോയി. രണ്ടാമത്തെ ഓട്ടത്തിനുള്ള സമയമായി. എല്ലാവരും അവിടെ സെറ്റായി നിന്നു. വെടിപൊട്ടുന്ന ഒച്ച കേട്ടു. ഓടി 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 അവൾ മുന്നോട്ട് കയറി. ഓരോരോ ബ്ലോക്കുകളും കവച്ച് കടന്ന് അവൾ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. 1-ാം സ്ഥാനത്തേക്ക് ഒരു വനിത ഓടിക്കയറുന്നു. 2-ാം സ്ഥാനത്തേക്ക് മറ്റൊരു വനിത ഓടിക്കയറുന്നു. 3-ാം സ്ഥാനത്തേക്ക് ഈ മലയാളി പെൺകുട്ടി ഓടിച്ചെല്ലുന്നു. ഒപ്പം അതാ വേറെ ഒരു പെൺകുട്ടി കൂടെ വരുന്നു. അനൗൺസ്മെൻറ്റ് വന്നു, ബ്രോൺസ് മെഡൽ ഈ പെൺകുട്ടിക്കാണെന്ന്. പക്ഷേ ഒരിക്കലേ ആ പേര് അവിടെയുള്ള സ്ക്രീനിൽ തെളിഞ്ഞുള്ളൂ. ഉടനെ അത് മാഞ്ഞുപോയി.
പിന്നീട് തുരുതുര എന്ന് റീപ്ലേ ആയിരുന്നു, ഫോട്ടോ ഫിനിഷായിരുന്നു. അനൗൺസ്മെൻറ്റ് വന്നു, 3-ാം സ്ഥാനം ഇന്ത്യക്കാരിക്കല്ല. സമ്മാനം നഷ്ടമായത് കൂട്ടുകാർക്കറിയാമോ? 55.41 എന്ന സമയത്തിനാണ് 3-ാം സ്ഥാനം ലഭിച്ചത്. നമ്മുടെ ഓട്ടക്കാരിയോ 100-ൽ 1 അംശം, ഒരു സെക്കൻഡിൻ്റെ 100-ൽ 1 അംശത്തിന് 4-ാം സ്ഥാനത്തായി. നമ്പ്യാർ സാറും തൻ്റെ അരുമശിഷ്യയും കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇന്ത്യയിൽ നിന്നുള്ള കായിക താരങ്ങളും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു സന്ദേശം വന്നു. നീ നന്നായി പൊരുതി, പക്ഷെ നമ്മുടെ രാജ്യം തോറ്റു. സാരമില്ല, ഇനിയും പൊരുതണം. ആശംസകൾ. ആരാണെന്നറിയാമോ ആ സന്ദേശം അയച്ചത്? അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി. അത് ഈ പെൺകുട്ടിക്ക് വളരെ വലിയൊരു ഊർജം നൽകി. അവൾ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പത്രങ്ങളും മാധ്യമങ്ങളും നേതാക്കന്മാരും കായിക പ്രേമികളും യാതൊരുവിധ പിശുക്കും കൂടാതെ ഈ പെൺകുട്ടിയെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചു. അവരവളെ വിളിച്ചു പയ്യോളി എക്സ്പ്രസ്. അത്രയ്ക്ക് വേഗതയിലാണ് അവൾ ഓടിയത്. അവൾക്ക് കാറ്, വീട്, പണം, അവാർഡുകൾ ഒക്കെ സമ്മാനമായി ലഭിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൂട്ടുകാരെ, പരാജയത്തെ ആഘോഷമാക്കി മാറ്റിയെന്ന്. അത് ഈ പെൺകുട്ടിയുടെ പരാജയമാണ്. എങ്ങനെ ആഘോഷിക്കാതിരിക്കുക? കൂട്ടുകാർക്കറിയാമോ ആരാണ് ഒരു പരാജയത്തിലൂടെ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചെടുത്ത ആ ഗ്രാമീണ പെൺകുട്ടിയെന്ന്? PT ഉഷ. പിന്നീട് ഇന്ത്യയിലും വിദേശത്തുമായി ഓരോരോ വർഷങ്ങളിൽ PT ഉഷ പങ്കെടുക്കുമായിരുന്നു. എവിടെ മത്സരത്തിന് പോയാലും മെഡലുകളുമായിട്ട് അവൾ തിരിച്ചു വരുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് മിടുക്കിയായിട്ട് അവൾ ഓടിക്കൊണ്ടിരുന്നു. നമുക്കറിയാം 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുക. അടുത്ത ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത് സൗത്ത് കൊറിയയിലെ സോളിലായിരുന്നു. അവിടെയും PT ഉഷ മത്സരിക്കാൻ തീരുമാനിച്ചു ചെന്നു. പക്ഷേ അവൾക്ക് പരിക്ക് പറ്റി പിന്മാറേണ്ടി വന്നു. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഉഷ അവിടെ പോയത്. ഭാരതീയർ ഉഷയെ അങ്ങോട്ട് യാത്രയാക്കിയത്. പക്ഷെ പരുക്ക് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒത്തിരി അധ്വാനം ചെയ്ത് ഓടുന്ന കളിക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരിക്ക് സംഭവിക്കാം. പക്ഷേ ഒരു സ്വർണ്ണ പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഉഷ വളരെയധികം ആക്ഷേപിക്കപ്പെട്ടു. ചില പ്രസിദ്ധരായ കായിക താരങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഉഷ ഇന്ത്യയെ വഞ്ചിച്ചു, ഉഷ ഇന്ത്യയെ വഞ്ചിച്ചു. ഒരു സ്പോർട്സ് മന്ത്രി ഇങ്ങനെയും കൂടെ പറഞ്ഞു വെച്ചു, ചെളിക്കുണ്ടിലെ നായ. ഉഷയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. മാധ്യമങ്ങളിലൊക്കെ ഉഷയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഒരു പരിക്കിൻ്റെ പേരിൽ, പിന്മാറ്റത്തിൻ്റെ പേരിൽ. ഉഷ ആലോചിച്ചു, ഒരു സ്പോർട്സ് താരമാകേണ്ടിയിരുന്നില്ല. എന്തിനാ ഇങ്ങനെ എല്ലാവരുടെയും ആക്രോശങ്ങളും കൂക്കുവിളികളും ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്നത്? നാട്ടിലേക്കുള്ള വരവിൽ കോച്ചിൻ്റെയും ഉഷയുടെയും ലഗേജ് ആരൊക്കെ അടിച്ചു മാറ്റുന്നു. ഗ്രാമത്തിലുള്ള അവളുടെ വീടിന് നേരെ ആളുകൾ രാത്രിയും പകലും കല്ലെറിയുന്നു. വഴിയിൽ വെച്ച് കാണുമ്പോൾ ബന്ധുജനങ്ങളെ തെറി വിളിക്കുന്നു. അവൾ തീരുമാനിച്ചു, ഇനിയില്ല, ഇനി ഓട്ടമത്സരങ്ങൾക്കൊന്നിനും ഞാനില്ല, വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ പോവുകയാണ്. പക്ഷേ നല്ലവരായ അവളുടെ അച്ഛനും അമ്മയും അമ്മാവന്മാരും സഹോദരങ്ങളുമൊക്കെ അവളോട് പറഞ്ഞു, ഉഷേ, നീ ഇങ്ങനെ തോറ്റു പിന്മാറരുത്, വാശിയോടെ അധ്വാനിക്കണം, പൊരുതണം, നീ വിജയിക്കും. പ്രിയ കൂട്ടുകാരെ, ഇതുപോലൊക്കെ നമ്മൾ തോൽക്കുമ്പോൾ
മനസ്സ് വല്ലാതെ ഇടിഞ്ഞ് വേദനിച്ചിരിക്കുമ്പോൾ, വിഷാദം നമ്മളെ പിടികൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്തിരുന്ന് സാരമില്ല കേട്ടോ, ഇനിയും പരിശ്രമിക്കണം, തീർച്ചയായിട്ടും വിജയിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് തീ കോരിയിടുന്ന അനുഭവമായിരിക്കും അല്ലേ? ചത്തുകെട്ട് പോകുന്ന ഒരു വിളക്കിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കെട്ട് പ്രകാശിക്കുന്ന ആ തിരി ആളിക്കത്താൻ തുടങ്ങും. ഉഷയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ഉഷ പിന്നെയും പരിശീലനം തുടർന്നു. പിന്നെയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തു. തൊട്ടടുത്ത വർഷം നടന്ന മത്സരത്തിൽ, ഏഷ്യൻ ഗെയിംസിൽ, ഉഷ 4 സ്വർണവും 2 സിൽവർ മെഡലും നേടി. ആ 4 സ്വർണവും ചാമ്പ്യൻഷിപ്പ് റെക്കോർഡുകളായിരുന്നു. അവൾ ഏറ്റവും നല്ല അത്ലറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉഷയുടെ ജൈത്രയാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ഉഷയുടെ കായിക ജീവിതത്തിന് ചരമക്കുറിപ്പ് എഴുതിയവർക്കൊക്കെ തിരുത്തി എഴുതേണ്ടി വന്നു. ഉഷയ്ക്ക് അംഗം വെട്ടുവാൻ ഇനിയും ബാല്യമുണ്ട്, ഊർജമുണ്ട്, കരുത്തുണ്ടെന്ന് അവൾ പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരുന്നു. പ്രായമേറി വരുന്നു, ഇനി സ്പോർട്സിൽ നിന്നൊക്കെ വിരമിച്ചേക്കാം എന്ന് ഉഷ ചിന്തിച്ചു. അതിനെക്കുറിച്ചുള്ള അറിയിപ്പും കൊടുത്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉഷയ്ക്ക് ഒരു കത്ത് കിട്ടി. ഉഷ വിരമിക്കരുത്, ഇനിയും ഓടണം. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ സ്പോർട്സ് ആഗ്രഹിച്ച് വളർന്നു വരുന്ന അനേകം കുട്ടികൾക്ക് വേണ്ടി ഉഷ ഇനിയും ഓടണം. അങ്ങനെ ഉഷയുടെ വിരമിക്കാനുള്ള തീരുമാനത്തെ ഉഷ മാറ്റിവെക്കുന്നു. അവൾ പിന്നെയും ഓടാൻ തുടങ്ങുന്നു. 1976 മുതൽ 2000 വരെ 24 വർഷമാണ് ഉഷ കേരളത്തിനു വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും മത്സരിച്ചത്. എത്ര ഇൻ്റർനാഷണൽ മെഡലുകൾ ഉഷ നേടിയെന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? 102 എണ്ണം. 1000-ലധികം അവാർഡുകളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്, അർജുന അവാർഡ് ഉൾപ്പെടെ. നോക്കണേ ഉഷയുടെ ആ മഹത്വം. വഞ്ചകി എന്ന് വിളിക്കപ്പെട്ടവള്, ചെളിക്കുണ്ടിലെ നായ എന്ന് വിളിക്കപ്പെട്ടവള്, വീട്ടിലായിരുന്നെങ്കിലോ അമ്മയെ സഹായിച്ച് വീടടിച്ചു തൂക്കാനും കറി വയ്ക്കാനും ഇളയ സഹോദരങ്ങളെ പരിപാലിക്കാനുമൊക്കെ പരിശ്രമിച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയായി, ഒരമ്മയായി ജീവിക്കേണ്ടിയിരുന്ന ഉഷ ഇന്ത്യയുടെ തന്നെ സുവർണ റാണിയായിട്ട് മാറുന്നു, പയ്യോളി എക്സ്പ്രസ് ആയിട്ട് മാറുന്നു. ഇതെങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ തളർന്നു പോകും. പക്ഷെ ഉഷ എന്താ ചെയ്തത്? തൻ്റെ പരാജയത്തെ വളമാക്കി മാറ്റി. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മളൊരു കുട്ട നിറയെ ചാണകം കൊണ്ടുവയ്ക്കുകയാണെന്ന് കരുതുക. എന്ത് സംഭവിക്കും? വല്ലാത്ത ദുർഗന്ധമായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ ആ ചാണകക്കുട്ട എടുത്ത് വീടിന് പുറകിലുള്ള കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടിട്ട് കുറേ പച്ചിലകളും കരിയിലകളും കുറച്ച് മണ്ണും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലോ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് നല്ല വളമായിട്ട് തീരും. ഇനി വീട്ടിലൊരു ഗോബർ ഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്ന് കരുതുക. അതിൽ കൊണ്ടുപോയി നമ്മൾ ആ ചാണകം കലക്കി ഒഴിക്കുകയാണെങ്കിലോ അത് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഊർജമായിട്ട് വരും. തോൽവികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഞാൻ തോറ്റല്ലോ, ഒന്ന് തോറ്റു, പലവട്ടം തോറ്റു, ഇനി ഞാൻ ജയിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ തന്നെ താഴ്ത്തിയിരുത്താം. എനിക്ക് വേറെ ചിലതും ചെയ്യാം. ഞാൻ തോറ്റു, ഞാൻ ഇനിയും തോറ്റേക്കാം, പക്ഷെ ഞാൻ പൊരുതും. അപ്പോഴാണ് തോൽവി നമുക്ക് വളമായി മാറുന്നത്, ഊർജമായി മാറുന്നത്. ഉഷയ്ക്കൊരു ഒളിമ്പിക് മെഡൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്നും കണ്ണീരോടെയാണ് ഉഷ പങ്കുവയ്ക്കുന്നത്. പക്ഷെ ഉഷയ്ക്ക് 2 മോഹങ്ങളുണ്ടെന്നാണ് ഉഷ ചേച്ചി പറയുന്നത്. അതെന്താണെന്നോ? എനിക്ക് നേടാൻ കഴിയാതെ പോയ ഒളിമ്പിക് മെഡൽ ഞാൻ പരിശീലനം കൊടുക്കുന്ന കുട്ടികളെ കൊണ്ട് നേടിയെടുപ്പിക്കുക. അതിനുവേണ്ടി ടിൻറ്റു ലുക്കയെ പോലുള്ള വിശ്വപ്രസിദ്ധരായ കുട്ടികളെ അവൾ പരിശീലിപ്പിക്കുന്നുണ്ട്. മറ്റൊരാഗ്രഹം എന്താണ്? ഇങ്ങനെ ഒളിമ്പിക് മെഡൽ നേടുന്ന കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കണമെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള വിശ്വോത്തര സംവിധാനങ്ങളുള്ള കായിക പരിശീലന കേന്ദ്രം വേണം.
ഉഷ സ്കൂൾ ഓഫ് സ്പോർട്സിനെ അപ്രകാരമുള്ള ഒരു പരിശീലന കേന്ദ്രമാക്കി മാറ്റാനാണ് ഇപ്പോൾ ഉഷ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും നല്ല കായിക മികവുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ സ്വപ്നം കാണുന്നത് ഒരു ഒളിമ്പിക് മെഡലാണ് തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു ഒളിമ്പിക് സ്വപ്നത്തിന് ഊർജം പകർന്നുകൊണ്ട് ഉഷ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മോടും ഉഷ പറയുന്നു, തോറ്റെന്ന് വരാം, തളരരുത്, പൊരുതുക, വിജയം നമ്മുടേതായിരിക്കും. നന്ദി.